ഹായ് ഓൾ സൂപ്പർ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോൺ നഴ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശില്പ. ഞാൻ കുഞ്ഞുകുട്ടിയുള്ള നഴ്സാണ്, UK വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ തല പരന്നു പോവുക അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ്. എൻ്റെ മോൾക്ക് ഇതുപോലെ ഫ്ലാറ്റ് ഹെഡ് ഉണ്ടായിരുന്നു, സൈഡിലായിട്ട് ചെറിയൊരു ഫ്ലാറ്റ് ഹെഡ് പോലെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വന്നതെന്നും അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഒന്ന് രണ്ട് ക്ലിപ്സും ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങളുടെ തല വളരെ ഫ്ലെക്സിബിളും തിന്നും സോഫ്റ്റും ഒക്കെയാണ്. ഈ അമ്മമാരുടെ ബർത്ത് കനാലിലൂടെ ഡെലിവറീൻ്റെ സമയത്ത് വരേണ്ടത് കൊണ്ട് ദൈവം അത് വളരെ ഫ്ലെക്സിബിളായിട്ടും തിന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതും പിന്നെ കുഞ്ഞുങ്ങളുടെ നെക്ക് മസിൽസ് വളരെ വീക്കാണ്. അപ്പോൾ ഈ ഒരു രണ്ട് റീസൺസ് കൊണ്ടാണ് ഈ ഫ്ലാറ്റ് ഹെഡ് കൂടുതലായിട്ടുണ്ടാവുന്നത്. സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മളൊരു പ്രഷറിൽ കുഞ്ഞുങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൊസിഷനിൽ കിടത്തി കഴിയുമ്പം അവിടെ പ്രഷർ വരികയും അവിടെ ഫ്ലാറ്റ് ആവുകയും ഇപ്പുറത്തെ സൈഡിലേക്ക് അത് ചെറുതായിട്ട് ഉന്തി വരികയും ചെയ്യും. ഈ ഫ്ലാറ്റ് ഹെഡ് വരുന്നത് വളരെ കോമൺ ആണ്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് 6 to 8 വീക്സിലാണ്. കോമൺ ആയിട്ടും കുഞ്ഞുങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന രണ്ട് തരത്തിലുള്ള ഫ്ലാറ്റനിങ് ആണ്. ഒന്നൊരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബാക്കിൽ ഫ്ലാറ്റ് ഹെഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മരിബേബിക്ക് ഒരു സൈഡിലായിരുന്നു, റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റായി, അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ഉന്തി വന്നു ഈ ഒരു ഭാഗത്തായിട്ട്. മരിബേബിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തത് 7 വീക്സിലാണ്. അപ്പം ഞാൻ കൂടുതലും നോട്ടീസ് ചെയ്ത് ഫ്ലാറ്റ് ആവുന്നതല്ല, തല ഉന്തി വരുന്നതാണ് ഞാൻ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ചെറുതായിട്ട് ഫ്ലാറ്റനിങ് സ്റ്റാർട്ട് ചെയ്തു. കെയർഫുള്ളായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെ സിറ്റുവേഷനിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഹെഡ് ഉണ്ടാകും എന്ന് പറയാം കേട്ടോ. മെയിനായിട്ടുള്ള റീസൺ കുഞ്ഞുങ്ങളെ നമ്മൾ ബാക്ക് സപ്പോർട്ടോടുകൂടി കിടത്തുന്നത് കൊണ്ടാണ്. അപ്പം ബാക്കിൽ പ്രഷർ വരികയും അവിടെ ഫ്ലാറ്റ് ഹെഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് സേഫസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. എന്നാലും നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസോ കുറച്ച് പൊസിഷനിങ് കൊണ്ടൊക്കെ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കാർ സീറ്റിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ബേബി റോക്കറിലൊക്കെ ഇരുത്തുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഹെഡിൻ്റെ ഒരു പൊസിഷനിൽ തന്നെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അവിടെ ഫ്ലാറ്റനിങ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം കാർ സീറ്റിലിരുത്തുന്നതും ബേബി റോക്കറിലൊക്കെ ഒരുപാട് സെയിം പൊസിഷനിൽ ഇരുത്തുന്നതൊന്നും നല്ലതല്ല കേട്ടോ. പിന്നെ കൂടുതലും കണ്ടുവരുന്നത് പ്രിമച്വർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി കഴിയുമ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൊസിഷനിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുമ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഹെഡ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടോർട്ടിക്കോളിസ് എന്ന് പറയുന്ന ഒരു നെക്ക് കണ്ടീഷൻ, നെക്ക് മസിൽസ് സ്റ്റിഫായിട്ടിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുള്ള കുഞ്ഞുങ്ങളുടെ നെക്ക് ഒരു സൈഡിലേക്ക് ടേൺ ആയിട്ടിരിക്കും. ഈ ഒരു സൈഡിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ടേൺ ചെയ്യാൻ പറ്റുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ കുഞ്ഞിനുണ്ടോ എന്ന് അറിയാനായിട്ട് കുഞ്ഞുങ്ങളുടെ ചിഹ്നം ഒരു സൈഡിലും ഹെഡ് വേറൊരു സൈഡിലും ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അവർ പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞിനെ കമത്തി കിടത്തിയാലും നേരെ എടുത്തിയാലും ഈ ഒരു സൈഡിലേക്ക് അവർ ടേൺ ചെല്ലുമെന്നെങ്കിൽ ഈ സൈഡായിരിക്കും അല്ല ഈ സൈഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ നെക്ക് സ്റ്റിഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പോടുകൂടി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ടോർട്ടിക്കോളിസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഈ ഒരു പൊസിഷനിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതൽ അപ്ലൈ ആവുകയും ഇവിടെ ഫ്ലാറ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റീസ് എന്നാന്ന് നോക്കാം കേട്ടോ. ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ ബാക്ക് സപ്പോർട്ടോടുകൂടി കിടത്തി ഉറക്കുക. ഉറങ്ങിക്കഴിഞ്ഞ ശേഷം കുഞ്ഞിൻ്റെ ഹെഡ് ഒരു സൈഡിലേക്ക് മാറ്റി ഒരു തവണ ഒരു സൈഡിൽ വെക്കാം, നെക്സ്റ്റ് തവണ ഉറങ്ങുമ്പോൾ ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഹെഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്ത് വെക്കാം. അപ്പം ഒരു ദിവസം ഒരു സൈഡിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലതാകുമ്പോൾ നമുക്ക് മാറിപ്പോകത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വെച്ചതെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്കത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊക്കെ ഇനീഷ്യലി ചെയ്യുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനീഷ്യലി ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ നെക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അവർക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ ടേൺ ചെയ്ത് വെക്കുന്നത് ഈ പ്രഷർ ഈവനായിട്ട് അപ്ലൈ ആവുകയും ഫ്ലാറ്റ് ഹെഡൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് പറയാനുള്ളത് തൊട്ടിൽ, ക്ലോത്തിൻ്റെ തൊട്ടിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റ് ഹെഡൊക്കെ കഴിവതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ക്ലോത്തിൻ്റെ തൊട്ടിൽ കുഞ്ഞുങ്ങളെ കിടത്തുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമ്മൾ ബെഡിലാണ് കിടത്തുന്നതെങ്കിൽ ഒരു സൈഡിൽ വോളും ഒരു സൈഡിൽ വിൻഡോയും ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളിപ്പം ആ വിൻഡോയിലേക്ക് നോക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ദിവസം ഒരു സമയം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കിടത്തുവാണെങ്കിൽ തിരിച്ച് നെക്സ്റ്റ് ടൈം കുഞ്ഞുങ്ങളെ കിടത്തുമ്പോൾ തല ഈ സൈഡിൽ ലെഗ് ഇങ്ങോട്ട് വെക്കുന്ന രീതിയിൽ വെക്കും. അപ്പം വിൻഡോ ഇവിടെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ റൈറ്റ് സൈഡിലാണ് പ്രഷർ വരുന്നത് അല്ലേ. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന കഴിയുമ്പോൾ കുഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇത് കുഞ്ഞിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്രഷർ വരുന്നത്. അതങ്ങനെ മാറ്റി മാറ്റി കിടത്തുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടമ്മി ടൈം എന്നാന്ന് അറിയാമല്ലോ, വയറിൽ കമത്തി കിടത്തുന്നത്. അപ്പോൾ പുൽക്കൊടി കൊഴിഞ്ഞു പോയതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടമ്മി ടൈം. ആക്ച്വലി ഫ്യൂ സെക്കൻഡ്സ് ഒക്കെ ട്രൈ ചെയ്യുക. പിന്നെ 1 minute
മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആക്കിയെടുക്കാം. അതാകുമ്പം ഹെഡിൽ പ്രഷറൊന്നും ഉണ്ടാകത്തില്ലല്ലോ, ടമ്മിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഫ്ലാറ്റ് ഹെഡ് അവോയ്ഡ് ചെയ്യാൻ ശരിക്കും നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ ടമ്മി ടൈം. ഇനി അടുത്തത് കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് കിടത്തുക, സൈഡ് ലൈൻ പൊസിഷൻ, അതായത് ഇങ്ങനെ സൈഡിലേക്ക് കിടത്തുന്ന കുഞ്ഞിനെ. എന്നിട്ട് നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ സൈഡിലൊരു ടോയ് വെക്കാം. അപ്പം ഒരു സൈഡിലാണ് കിടത്തുന്നത്, അപ്പോൾ കുഞ്ഞിൻ്റെ ഈ ഭാഗത്താണ് പ്രഷർ വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ടോയ് വെക്കുക. അപ്പോൾ ആ ടോയിനെ കുഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യും അല്ലേ, നോക്കി കുറച്ച് നേരം കളിപ്പിക്കുക. അതിനുശേഷം പിന്നെയും കുഞ്ഞിനെ ഇങ്ങനെ നേരെ കിടത്തിയിട്ട് സൈഡിലേക്ക് കുറച്ച് നേരം നടത്തിയിട്ട് ഇവിടെ ടോയ് വെക്കുക, ഈ സൈഡിൽ ടോയ് വെക്കുക. അപ്പം കുഞ്ഞ് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് കുഞ്ഞിന് കൊടുക്കാം. പിന്നെ പറയാനുള്ളത്, ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ബെഡിൽ കിടക്കുന്നുണ്ട് എങ്കിൽ കുഞ്ഞിനെ ഒരു ദിവസം ഒരു സൈഡിലും മറ്റൊരു ദിവസം അപ്പുറത്തെ സൈഡിലും കിടത്തുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് ടേൺ ചെയ്യുമല്ലോ. അപ്പോൾ അത് കുഞ്ഞിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ കിടക്കുവാണെങ്കിൽ അപ്പോൾ ആ ടേണിങ് രണ്ട് സൈഡിലേക്ക് അവർക്ക് ടേൺ ചെയ്യും. ഫ്ലാറ്റനിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ശരിക്കും യൂസ്ഫുൾ ആണ്. പിന്നെ അടുത്തത് കുഞ്ഞിനെ കയ്യിൽ പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അമ്മേൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി വന്നിട്ട് എനിക്കെല്ലാം പറഞ്ഞു തരുമ്പം അമ്മച്ചി പറയുമായിരുന്നു ഇങ്ങനെ കൈ പിടിക്കണം, ഇങ്ങനെ കൈ പിടിക്കണം. അപ്പം ഇങ്ങനെ പിടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ നമ്മൾ ക്രേഡിൽ പൊസിഷനിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു ദിവസം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ റൈറ്റ് സൈഡിൽ എടുക്കാൻ പഠിക്കണം. നമ്മൾ മാറി മാറി പിടിക്കണം. പിന്നെ അടുത്തത് ഹോൾഡ് ചെയ്യാൻ ഓഫ് കോഴ്സ് തോളത്ത് കിടത്തുക. അത് ശരിക്കും നല്ലതാണ്. പ്രഷറൊന്നും എവിടെയും അപ്ലൈ ആവുന്നില്ല ഹെഡിൽ കേട്ടോ. അപ്പോൾ തോളത്ത് കുഞ്ഞിനെ കിടത്തുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഫോർമുല ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞിനെ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് ഒരു ദിവസം കൊടുക്കുക, നെക്സ്റ്റ് ഡേ റൈറ്റ് സൈഡിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് കൊടുക്കാൻ പഠിക്കുക. നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് കുടിക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ മാറി മാറി കൊടുക്കുന്നത് നല്ല. അപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതൊക്കെ മാറി മാറി ആവുകയും ഫ്ലാറ്റനിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ള, കുഞ്ഞുങ്ങളെ പായിൽ കിടത്തുന്നത് നല്ലതാണ്. നമ്മൾ ഫ്ലോറിൽ നിലത്ത് പാവിരിച്ച് കിടത്തുമല്ലോ. അപ്പം അങ്ങനെ പാവിരിച്ച് കിടത്തുമ്പം നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലേ, നമ്മൾ കുറച്ച് നമ്മുടെ പാരൻസൊക്കെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സൈഡിലും ഇരിക്കാൻ പറയണം. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഇതുപോലെ ഫ്ലാറ്റിട്ട് പോലെ വന്നു എന്ന് കണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും ഒരു മാറി മാറി ഇരിക്കുമായിരുന്നു. ഫ്ലാറ്റിട്ട് വന്ന ആ ഭാഗം എപ്പോഴും മാറി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് വരാത്തവരാണെങ്കിൽ എപ്പോഴും റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ഇരുന്ന് അവരോട് ടോക്ക് ചെയ്യുക, അവരുടെ കൂടെ ഇരിക്കുക. അത് ഒരുപാട് നല്ലതാണ്. ഫ്ലാറ്റിട്ട് ചെറുതായിട്ടൊക്കെ വന്നവരാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് അവരോട് സംസാരിക്കാനും അങ്ങോട്ടേക്ക് നെക്ക് ടേൺ ചെയ്യിപ്പിക്കാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഒരുപാട് അമ്മമാരനോട് ചോദിച്ചു മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യാമെന്നല്ലേ, കടുക് നിറച്ചിട്ടുള്ള പില്ലോ. ആ കുഞ്ഞിന് യൂസ് ചെയ്തിട്ട് എനിക്കൊരു പ്രത്യേകിച്ച് യൂസൊന്നും ആയില്ല. ഫ്ലാറ്റിട്ട് ചെറുതായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു പൊസിഷനിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളിപ്പോൾ മസ്റ്റാർഡ് പില്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെ ആ കടുക് ഇങ്ങനെ മാറി മാറി പോവില്ലേ, ആ പൊസിഷനിൽ തന്നെ അവർ പിന്നെ ആയി പോവും. ഫ്ലാറ്റിട്ട് വന്നതിന് ശേഷം മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്തിട്ട് ഒരു യൂസും ഉണ്ടായില്ല എനിക്ക്. ഈവൻ മെമ്മറി ഫോമിൻ്റെ പില്ലോയൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ്, ഇനീഷ്യലി തന്നെ ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു യൂസും ഉണ്ടായില്ല. അപ്പം കഴിവതും നമ്മുടെ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് നോർമലി കുഞ്ഞുങ്ങൾക്ക് പില്ലോ കൊടുക്കരുതെന്നാണ്. കാരണം അത് കുഞ്ഞുങ്ങളുടെ ഫേസിൽ വരികയും എയർവേ ഒബ്സ്ട്രക്റ്റ് ആവുകയും ശ്വാസം മുട്ടുകയും അങ്ങനെ ഒരുപാട് ഡെത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും പില്ലോ യൂസ് ചെയ്യാത്തതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത്. സ്പെഷ്യലി ആദ്യത്തെ ഒരു 6 months പില്ലോ ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പില്ലോ ബാക്കിൽ വെച്ചതിന് ശേഷം ഈ നെക്ക് ഇങ്ങനെ താഴേക്ക് വരികയും ഈ ഹെഡ് ഇങ്ങനെ ഫോർവേഡ് മുമ്പോട്ട് വരികയും ഇവിടെ പിന്നെ ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയും പിന്നെ അതുപോലെ തന്നെ ഈ എയർവേ ഒബ്സ്ട്രക്റ്റ് ആവുകയും ശ്വാസം മുട്ടുകയും അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഡെത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും ഫ്ലാറ്റ് ഹെഡ് ആണ്, ചെറിയ പ്രോബ്ലമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുവാണ് പൊസിഷൻ നന്നായിട്ട് മാറുവാണ്, ഹെഡിന് വലുപ്പം വെക്കുവാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നെക്ക് മസിൽസ് സ്റ്റിഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കണം. കാരണം അവരുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാടൊന്നും സ്ട്രെസ് ചെയ്യേണ്ട, ഈ കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ എങ്കിൽ പോലും അതൊരു വലിയ പ്രോബ്ലം ഒന്നും അല്ലാത്ത രീതിയിൽ നോർമലി ആയി വരാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. കാരണം എനിക്ക് ഇസേൻ്റെ കാര്യത്തിൽ ഇസയ്ക്ക് ചെറുതായിട്ട് ഇതുപോലെ ഫ്ലാറ്റ് ഹെഡ് ഉണ്ടായിരുന്നു, ഒരു സൈഡ് ഇത്തിരി ഒന്ന് ഉന്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസയ്ക്ക് 3 years ആയി, നമ്മൾ അറിയത്ത് പോലുമില്ല, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതുകൊണ്ട് വലുതാകുമ്പോൾ അതൊരു വലിയ പ്രോബ്ലം അല്ല. ഏകദേശം ഒരു 4.5 months ഒക്കെ ആയപ്പോൾ ബേബി കമന്നു കഴിഞ്ഞാൽ പിന്നെ
ഇത് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കത്തില്ല. കാരണം എപ്പോഴും അങ്ങ് അവർ കമന്ന് അങ്ങ് പോകും. വൺസ് കുഞ്ഞ് കമന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നേരെ കിടക്കത്തില്ലല്ലോ. ഉറങ്ങുമ്പോൾ മാത്രമേ അവർ നേരെ കിടക്കത്തുള്ളൂ. പിന്നെ എപ്പോഴും ഇങ്ങനെ കമന്ന് എണീറ്റിരുന്ന് പിന്നെ അങ്ങനെ റെഡിയായി മാറി വരും. ഫ്ലാറ്റനിങ് അങ്ങ് സ്റ്റോപ്പാകും കേട്ടോ. ന്യൂ മോംസിനൊന്നും ഇത് ഇത്ര കാര്യമായിട്ട് അറിയത്തുണ്ടാവില്ല. അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.